സുഹൃത്തുക്കളെ, ഇത്തവണ നമ്മുടെ യാത്ര സൂര്യകാന്തി പാടങ്ങൾ തേടിയാണ്. തിരുവനന്തപുരത്ത് നിന്നും പാലോട്, ആര്യങ്കാവ്, തെന്മല വഴി ചെങ്കോട്ട, തെങ്കാശി റൂട്ടാണ് പോകുന്നത്. അവിടെ നിന്നും നേരെ സുന്ദരപാണ്ഡ്യപുരം. ഈ കാണുന്ന തടാകത്തിന്റെ കരയിലാണ് നമ്മുടെ പടം. ഏകദേശം 50 രൂപയാണ് പ്രവേശനത്തിനാകുന്ന തുക. നിറയെ ടൂറിസ്റ്റ് ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഞാനും എടുത്തു കുറെ ഫോട്ടോസ്. നിന്ന് ഇരുന്ന് നടന്നും ഒക്കെ ആയിട്ട് കുറെ ഫോട്ടോസ് എടുത്തു. ഈ വരുന്ന വഴിക്ക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് വേറെയും ഉണ്ട്. വരുമ്പോൾ സുന്ദരപാണ്ഡ്യപുരം തന്നെ ചോദിച്ചു വരണം. പാടം എത്താറാകുമ്പോഴേക്കും നമുക്ക് വഴിയിലായിട്ട് പൂക്കളുടെ പിക്ചേഴ്സും ഒപ്പം നമ്പേഴ്സും വെച്ചിട്ടുള്ള ആരോ ബോർഡ്സ് കാണാനായിട്ട് പറ്റും. പാടത്തിന്റെ അടുത്തെത്തുമ്പോഴേക്കും നിറയെ ആൾക്കാർ നമുക്ക് വഴി കാട്ടിത്തരാനായിട്ടും അവിടെ ഉണ്ടായിരിക്കും. ഈ വശത്തായിട്ട് കാണുന്ന ഒരുതരം ചോളമാണ്, മണിച്ചോളം എന്ന് പറയും. നമ്മുടെ നാട്ടിൽ അധികം ഇത് ഭക്ഷിക്കാനായിട്ട് ഉപയോഗിക്കാറില്ല. കൂടുതലായിട്ടും തമിഴ്നാട്, മഹാരാഷ്ട്ര ഭാഗങ്ങളിലാണ് ഇത് കൂടുതൽ ഭക്ഷണ പദാർത്ഥമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനെ കോഴിച്ചോളം എന്നും പറയുന്നുണ്ട്. കോഴികൾക്ക് തീറ്റയായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ജോവാർ എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, മുത്ത് നിൽക്കുന്ന പോലെയുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? സാധാരണ നമ്മൾ സൂര്യകാന്തി പടങ്ങളിൽ പോകുമ്പോൾ സൂര്യകാന്തികളൊക്കെ സൂര്യനെ നോക്കിയല്ലേ നിൽക്കേണ്ടത്. ഇതെന്താണെന്നുണ്ട് മൊത്തം തലതിരിഞ്ഞ് നിൽക്കുന്നത്. അങ്ങനെ ഈ പൂക്കളെ നോക്കിയിരുന്നപ്പോഴാണ് എനിക്കൊരു കഥ ഓർമ്മയിൽ വന്നത്. ഒരിക്കൽ ഈ സൂര്യകാന്തി പൂക്കളെല്ലാം സൂര്യനെ നോക്കി പ്രണയിച്ചിരുന്ന കാലം. ആ കാലത്ത് പെട്ടെന്നൊരു കാറ്റ് അതുവഴി വന്നു. കാറ്റിനെ കണ്ടിട്ട് ഒരു പൂ പോലും മൈൻഡ് ചെയ്തില്ല. എല്ലാ പൂക്കളും സൂര്യനെ മാത്രം നോക്കി നിന്നു. അത് കണ്ടപ്പോ കാറ്റിന് വല്ലാത്ത ദേഷ്യം വന്നു. കാറ്റ് ഭയങ്കര ശക്തിയിൽ വീശാൻ തുടങ്ങി. ശക്തി കൂട്ടിയത് കാരണം പൂക്കൾക്കൊക്കെ തണ്ട് തിരിഞ്ഞു പോവേണ്ടി വന്നു. സൂര്യൻ ഒരു വശത്തേക്ക് മാറിയപ്പോഴേക്കും ഈ പൂക്കളെല്ലാം ഇപ്പുറ വശത്തേക്ക് തിരിഞ്ഞു തുടങ്ങി. ഇത് കണ്ടിട്ട് കാറ്റിന് ഭയങ്കര സന്തോഷമായി. ആ സമയത്താണ് നമ്മുടെ നായിക, അതായത് പ്രധാന സൂര്യകാന്തി പൂവ് സൂര്യനെ തന്നെ നോക്കി നിൽക്കുന്നു. എത്ര കാറ്റടിച്ചിട്ടും അത് തിരിയുന്നതേയില്ല. ആ പൂവാണ് ദേ ആ കാണുന്ന പൂ. കണ്ടായിരുന്നോ? അങ്ങനെ കഥയൊക്കെ ഓർത്തിരുന്ന സമയം നന്നെ വൈകി. എന്തായാലും കണ്ണിന് സുഖകരമായ സൂര്യകാന്തി പൂക്കളും ചെറിയ തടാകവും കടന്ന് യാത്രകൾ തുടരുന്നു. വീണ്ടും മറ്റൊരു കഥയും കാഴ്ചയുമായി കാണാം. അതുവരേക്കും ബൈ.